കുറ്റല്ലോട്ടോ പറയുന്നത്. നാളെ പടച്ചോൻ ചോദിക്കുമ്പോ ഇതേ രംഗം അള്ളാഹു മഹ്ശറയിൽ നമ്മക്കൊരുക്കുമ്പോൾ നമ്മൾ തലകുനിച്ച് ഒരു ലജ്ജയോടുകൂടി നാണം കെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാനാ. അതുകൊണ്ട് നമ്മളൊരു ഉത്തരവാദിത്വത്തിലേക്ക് ദൗത്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാവേണ്ട ഏറ്റവും വലിയൊരു സ്ഥാനം, അതല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു സ്വഭാവം, ഈഗോ ഉണ്ടാവരുത്. ഈഗോ ഉണ്ടോ ജീവിതത്തിൽ നമ്മളെ നാവും പെരുമാറ്റവും പ്രവർത്തികളും മനസ്സും മലിനായി തുടങ്ങും. ഈഗോ എന്നുള്ളതിൽ നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു ഉത്തരം പറയാൻ പറ്റും: അസൂയ. മറ്റൊരാൾക്ക് കിട്ടുന്ന സ്ഥാനം, അവന്റെ പ്രവർത്തനം, അവന്റെ ഇടപെടലുകൾ, അത് നമുക്കൊരിക്കലും ഈഗോ ഉണ്ടാക്കരുത്. ഞാനിപ്പം വിചാരിക്കുക കേരള നദുവത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റ് സ്ഥാനം എനിക്കൊന്നുടയിനോ? ഇല്ല, എനിക്കെന്നിട്ടൊരു കാര്യമില്ല, എന്നെ കൊണ്ടാകുകയല്ല. അങ്ങനെ ചിന്തിക്കണം. പടച്ചോനെ, എന്നെക്കാളും കഴിവുള്ള ഒരാളിലേക്ക് അള്ളാഹു അത് കൊണ്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പടച്ചോൻ അതിലൊരു ലക്ഷ്യമുണ്ട്. ഞാൻ ഓനോട് ഈഗോ കാണിച്ചിട്ടും ഓനെ തകർക്കാനും നമ്മളുടെ ഒരു നിസ്സഹകരണം കൊണ്ട് എന്തെങ്കിലും ഒരു ഭാഗം കൈവിട്ടു പോയാൽ ഓരോരുത്തരും പടച്ചോനോട് ഉത്തരം പറയേണ്ടി വരും. അതൊരു നേതാവിനോട് മാത്രമല്ല, നമ്മളെ നിസ്സഹകരണം കൊണ്ട്, നമ്മളെ ഉത്തരവാദിത്ത ബോധമില്ലായ്മ കൊണ്ട്, നമ്മളുടെ കടമ നിറവേറ്റാത്തതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കുറവ്, എന്തെങ്കിലും ഒരു പോരായ്മ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർവരും അള്ളാന്റെ അടുത്ത് കുറ്റവാളികളായിരിക്കും. അതുകൊണ്ടാണ് ഏതൊരു മനുഷ്യനും, ഒരു മനുഷ്യന്റെ മനസ്സും നാവും മലിനമാകാതിരിക്കാൻ ഈഗോ ഉണ്ടാവരുത്. ഒരു പ്രസ്ഥാനത്തിൽ, ഒരു ദഅവത്തിൽ, ഒരു വിഭാഗത്തിൽ ഇടപെടുമ്പോൾ ഒരു രംഗത്തും നമുക്കൊരു ഈഗോ ഉണ്ടാവരുത്. നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ചെറുതായി പോയതിന്റെ പേരിൽ ഇന്നപ്പോ രജിസ്ട്രേഷനിൽ ആടി ഇരിക്കാനാ പറഞ്ഞത്, എനിക്ക് ഫുഡിലിട്ടാ പോരായിരുന്നോ എന്ന് ചിന്തിക്കരുത്. എനിക്കതാണ് റബ്ബ് അല്ലെങ്കിൽ എന്നെ ഏൽപ്പിക്കപ്പെട്ടതെങ്കിൽ അഭാഗം ശരിയാവണം, ക്ലിയർ ആവണം. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ഇപ്പൊ നാട്ടുകാർ എന്നെ പറ്റി പറയാറുണ്ട്, എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവാ, എന്റെ വാപ്പ ഒത്താശയിൽ കഴിവാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഭക്ഷണം വിതരണം ചെയ്യുന്നതിലൊക്കെ പറയേണ്ടതിലോട് പറയും. പരിപാടി 8:30 അവസാനിച്ചിട്ട് ആ ഫുഡ് വിതരണം ചെയ്യാന്ന് അറിയുമ്പോൾ ചിലരുണ്ടല്ലോ 7:45 വന്നിട്ട് ഇനി ആ ചോറിങ്ങിട് എന്ന് പറയുമ്പോ തരൂല. അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തലുണ്ടാവും. 8:30 മണിക്ക് പരിപാടി കഴിഞ്ഞിട്ടേ ഭക്ഷണം വിതരണം ചെയ്യുക. അതൊരു കഴിവാ, പറയാനുള്ള കഴിവ്, അത് നിയന്ത്രിക്കാനുള്ള കഴിവ്. അപ്പം നമ്മളെ മനസ്സിൽ ഈഗോ ഉണ്ടാവരുത്. എനിക്കായിരുന്നു, അല്ലെങ്കിൽ ഞാനതിന് പര്യാപ്തനായിരുന്നു, എനിക്കത് കിട്ടേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ആരാ പോ നമ്മളുടെ കൂടെ ഇന്നലെ വന്നാലേ, അല്ലോ മെയ്യാന്ന് വന്നാലേ, ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്.